ഇന്ന് ഞാനൊരു കസ്റ്റേർഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു ഫ്രൂട്ട് സാലഡ്, കുറച്ച് ചൂടൊക്കെ അല്ലേ, അപ്പോൾ വിചാരിച്ചു ഞാൻ ഒരു ഫ്രൂട്ട് സാലഡിൽ നിന്ന് തുടങ്ങാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ഞാനൊരു 2 മണിക്കൂർ കുറച്ച് സാബുദാന സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും വേണ്ടത് ചെറിയ സാബുദാനയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് വലുതായിരുന്നു, പക്ഷേ എന്നാലും ഓക്കെ. അപ്പോൾ ഞാൻ ഇതിനെ ഇപ്പോൾ 2 മണിക്കൂർ ഒരു 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ട് ഒരു വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചു 2 മണിക്കൂർ. ഇപ്പോൾ അത് സോക്കായി. ഇപ്പം ഞാൻ ഈ ചുടുവെള്ളത്തിൽ ഇതിനെ ഇടുകയാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് വേവണം. ഇത് വേവട്ടെ. ഇങ്ങനെ ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവണം കേട്ടോ. കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? നല്ല ചൂടാണേ. അപ്പോൾ വിചാരിച്ചു എല്ലാവർക്കും ഇങ്ങനത്തൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. ഇതിന് വലിയ വേവൊന്നുമില്ല കേട്ടോ. ഇത് കൂടി ഇട്ടിട്ട് ആ ഫ്രൂട്ട് സാലഡിൽ നമ്മൾ പാലൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് കസ്റ്റർഡ് പൗഡർ ഇട്ടാലേ നല്ലൊരു കൊഴുപ്പ് കിട്ടും, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് നന്നായി വെന്ത് വരട്ടെ കേട്ടോ. ഇപ്പോൾ എൻ്റെ ഈ സാബുദാന, ദാറ്റ് മീൻസ് ചൊവ്വരി, നിങ്ങൾക്ക് പെട്ടെന്ന് സാബുദാന എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ടാവില്ല. ഇത് നന്നായി വെന്തു കിട്ടോ. ഇനി ഞാനിതിനെ ഒരു പാത്രത്തിലാക്കിയിട്ട് പാലൊഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാനതിനെ പാത്രത്തിലാക്കട്ടെ. ഈ പാല് ചൂടാവുമ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് പാല് മാറ്റി വെച്ചിരുന്നു കേട്ടോ. ഈ പാലിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇടാൻ പോവാണ്. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കണം, കൂടുതലൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പുഡിങ് ഉണ്ടാക്കാനല്ല ഞാനിത് ഉണ്ടാക്കിയിരിക്കണം, ഞാൻ കസ്റ്റേർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂണും പിന്നെ കുറച്ച് കൂടി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഇതിലേക്ക് നമ്മുടെ പാലിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. കണ്ടോളൂ, ഈ പാലിലേക്ക് ഞാനതിനെ ഒഴിക്കുക. പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എപ്പോഴും കസ്റ്റേർഡ് ഒഴിക്കുമ്പോൾ നല്ലോണം ചുരുക്കിയിട്ട് വേണം ഇത് ഒഴിക്കാൻ. ഇപ്പം ഞാൻ ഇത് ഒഴിച്ചിട്ട് ഇതങ്ങനെ നന്നായി ഇളക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇതൊരു സെമി ലിക്വിഡ് ടൈപ്പിലാണ് വേണ്ടത്. ഞാൻ ഇനി ഇതിലേക്ക് ഷുഗർ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം ഇത്തിരി ഷുഗർ ഇടട്ടെ കേട്ടോ. വളരെ നോക്കിയിട്ട് വേണം ഷുഗർ ഇടാൻ. എന്താ കാണിച്ചാൽ നിങ്ങൾക്കിത് കണ്ടൻസ് മിൽക്കിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ കണ്ടൻസ് മിൽക്ക് ഉപയോഗിച്ചാലും നല്ല തന്നെയാണ്. കണ്ടൻസ് മിൽക്ക് അല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, സാദാ മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 2 3 4 ഒരു 4/4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ അതെൻ്റെ ഞാൻ പഞ്ചസാരയിലിടുമ്പോഴേ സ്പൂണ് വളരെ ചെറിയ സ്പൂണാണ് ഇടുക. എന്താ അറിയോ, നമ്മൾ പഞ്ചസാര ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല, അറിയാലോ. അപ്പം ഞാനിതിനെ ഒന്ന് നന്നായി തിളച്ച് വരട്ടെ ഇത് കേട്ടോ. ഇതിന് മധുരം ഇപ്പോൾ നല്ല പാകമായിട്ടുണ്ട്, നന്നായി തിളച്ചു ഈ കസ്റ്റേർഡ്. ഈ സമയത്ത് ഞാൻ എന്താ ചെയ്യാൻ പോണറിയോ, ഇതൊന്നും ഇതിങ്ങനെ ഒരു ലിക്വിഡാണ് കേട്ടോ. ഇങ്ങനെയാണ് എനിക്കിഷ്ടം. ഞാനതിനെ വല്ലാതെ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ സാഗോ ആഡ് ചെയ്യാൻ പോവാം. എന്നിട്ട് അതും ഇതും കൂടെ ഒന്ന് നന്നായി തിളച്ചോട്ടെ. ഇതിങ്ങനെ പേള് മാരിയിൽ കിടക്കണ കാണുമ്പോൾ നല്ലൊരു രസമാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പേളിൻ്റെ രൂപത്തിലത് ഉണ്ടാവുക. അപ്പം നല്ലൊരു ഭംഗിയാണത്. എനിക്ക് തോന്നണു ഇപ്പോൾ നോക്കിക്കോളൂ, ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് തിളച്ച് വന്നു. ഞാൻ സാബുദാന ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഞാനിത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതിനെ ഓഫ് ചെയ്തിട്ട് ഇനി ഞാൻ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യുന്നത് കാണിക്കാം.
ഇനി ഇതിനെ ഞാൻ ഒന്ന് താഴത്തേക്ക് വാങ്ങി വെക്കാൻ പോവാണ്. ഇത് കണ്ടോളൂ, ഒന്ന് ആറിക്കോട്ടെ. അപ്പോഴേക്കും കുറച്ച് ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കാനുണ്ട്. ഇങ്ങനെ ഇതൊന്ന് ആറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് എൻ്റെ കണ്ടിട്ടും. എനിക്ക് പൊടി പൊടിക്കാനായിരുന്നു. ഇനി പൊടി പൊടിക്കുന്നൊരു പരിപാടി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി ആറട്ടെ. എന്നിട്ട് ഞാനിതിനെ ഒന്ന് ആറിയ ശേഷം കാണിക്കാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് പഴം, ഒരു 2 പഴം, ഒരു ആപ്പിള്, കുറച്ച് ഗ്രേപ്സ്. ഇത് പച്ചയുണ്ട്, ബ്ലാക്ക് ഗ്രേപ്സും ഉണ്ട്, ബ്ലാക്ക്സ് ഓർ വയലറ്റ് ഗ്രേപ്സ്. ഈ ഗ്രേപ്സ് വളരെ വലുതായതുകൊണ്ട് ഞാൻ ഇതെല്ലാം സീഡ്ലെസ് ആണല്ലോ, ഞാൻ ഇതിനെയൊക്കെ ഒന്ന് 2 ആക്കാൻ പോവാണ് കേട്ടോ. എന്നാൽ നമുക്കതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ഒരു കടിക്കാൻ നല്ല, ഇതൊക്കെ വല്ലാതെ വലുതാവുമ്പല്ലേ അതൊരു പോറിൻ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കസ്റ്റേർഡ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് എ സോളിഡ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിങ്ങനെ കുറച്ചൊന്ന് 2 ആക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്, അത് ഞാൻ കാണിക്കണം. ഇറ്റ്സ് ലൈക്ക് ഫോർ എ ജസ്റ്റ് ലൈക്ക് ജെല്ലി ഇല്ലാത്തതുകൊണ്ട്, ജെല്ലി ഇട്ടാൽ വളരെ നല്ലതാണ്. എന്തെങ്കിലും സ്ട്രോബെറി ജെല്ലി, പൈനാപ്പിളോ എൻ്റെ അതൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിനെങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട്, ഇപ്പം ഞാൻ ഫ്രൂട്ട്സൊക്കെ മുറിച്ചു കാണുന്നുണ്ടല്ലോ. ഞാൻ ഗ്രേപ്സിനെയൊക്കെ 2 ആക്കി. എന്താ വെച്ചാൽ നീളമുള്ള ഗ്രേപ്സ് ആയതുകൊണ്ട് കേട്ടോ. പിന്നെ കേട്ടോ പഴം, ആപ്പിള്, 2 ഗ്രേപ്സും ഉണ്ട് ഗ്രീന്. പിന്നെ ഈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഇനി എന്തൊക്കെ ഉണ്ട് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പുറപ്പെട്ടപ്പോൾ ഇതേ ഉള്ളൂ. സോ ഐ തോട്ട് ഞാൻ ഇതിടാം. ഇനി ഇതിൽ നിങ്ങൾക്ക് വാട്ട് യു കോൾ പപ്പായ ഉണ്ടായിരുന്നു. പപ്പായ കഴിഞ്ഞു. രാവിലെ ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പപ്പായ ആഡ് ചെയ്യുന്നതുകൊണ്ട് പപ്പായ കഴിഞ്ഞു, സോറി. പിന്നെ ആരോടും സോറി പറയാനില്ല. പിന്നെ യു ക്യാൻ ആഡ് സ്ട്രോബെറി ആൻഡ് ദെൻ പൊമഗ്രനേറ്റ്. പിന്നെ എന്തൊക്കെ വേണമെങ്കിൽ ഇടാം. പേഴോ വളരെ നന്നായിരിക്കും. പിന്നെ പൊമഗ്രനേറ്റ് ഒക്കെ ഇട്ടാൽ കേട്ടോ. എൻ്റെ ഇല്ല, ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പുറപ്പെട്ടപ്പോൾ കാണിക്കുവാണെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ എടുത്തു. ഇതിനെ സാധാരണ ഹോട്ടലുകളിലൊക്കെ ഷുഗർ സിറപ്പിൽ അവരിട്ട് വയ്ക്കും. ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിൽ കുറച്ച് ഒഴിച്ച് വയ്ക്കും. ആഡഡ് ഷുഗർ ഇതിന് കിട്ടാൻ ഞാനത് ചെയ്യുന്നില്ല. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് എനി ഹൗ. ഒരുപാട് പഞ്ചസാര കഴിക്കേണ്ട. കസ്റ്റേർഡിൽ ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ആ കസ്റ്റേർഡ് ആറിക്കഴിഞ്ഞാൽ അതിലേക്കൊന്ന് മിക്സ് ചെയ്യും കേട്ടോ. എന്നിട്ട് കാണിക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റേർഡ് ഉണ്ടാക്കിയത് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് തണുക്കണം, എന്നിട്ട് വേണം മിക്സ് ചെയ്യാൻ. മിക്സ് ചെയ്തിട്ട് തണുപ്പിക്കാം. പക്ഷെ ഞാനത് സെർവ് ചെയ്യണ സമയത്താണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാണിക്കാം. ഇപ്പം ഞാനിതിനെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്നു. എൻ്റെ കസ്റ്റേർഡ് റെഡിയായി. ഫ്രണ്ട്സ് എല്ലാവരും കണ്ടുവല്ലോ. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ജെല്ലി സെറ്റ് ചെയ്ത്, കുറച്ച് ജെല്ലിയാണത്. അപ്പോൾ ഇത് കണ്ടു. ഇപ്പം എൻ്റെ ജെല്ലി സെറ്റായി. കസ്റ്റേർഡ്, ഉഗ്രൻ കസ്റ്റേർഡ് റെഡിയായി കേട്ടോ. എല്ലാവരും കഴിക്കാൻ വരിക. ഞാനിങ്ങനെ ഒരു സ്പൂൺ ഇട്ടിട്ട് അടിപൊളിയാണിത് കഴിച്ചാൽ. എല്ലാവരും